ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ജോർജ് ഏട്ടൻസ് രാഗം തിയേറ്ററിലാണ്, തൃശ്ശൂരാണ്. ഞാൻ ബ്രഹ്മയുഗം കാണാൻ വന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, സൺഡേ ആണ്. മിക്കവാറും ഹൗസ്ഫുള്ളായിരിക്കും. മമ്മൂക്കാൻ്റെ പടങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ 3:30 ഷോയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങും. ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ടിക്കറ്റൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകേണ്ടത്. ബ്രഹ്മയുഗത്തിൻ്റെത് കണ്ടുവന്നത് എന്തായാലും പോസ്റ്ററിന് കാണുമ്പോൾ അടിപൊളിയാണ്. ടിക്കറ്റൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഗൈസ് അകത്ത് കിടക്കട്ടെ. രാഗൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഒരുവിധം നല്ല തിയേറ്ററിൽ നമ്പർ 1 ആണ് രാഗൻ തിയേറ്റർ. സൗണ്ട് എഫക്ട്സൊക്കെ സൂപ്പറാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ രാഗൻ തിയേറ്ററിൽ ഒരു പടം കാണണമെന്ന് ഞാൻ പറയാം. ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ മൂവിയൊക്കെ കണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രഹ്മയുഗത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നവരെല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലൊക്കെ ഇട്ടിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, ഒരു വെറൈറ്റി ആയിട്ട്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ടാലറിയാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വേറെ രീതിയായിരിക്കും. ഞാൻ ഇരുന്നിരുന്ന ഒരു പൊസിഷൻ ഇരുന്നു മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലൊന്നും ഞാൻ ആക്കുന്നില്ല. എന്തായാലും നമുക്ക് ബ്രഹ്മയുഗത്തിലോട്ട് വരാം. ബ്രഹ്മയുഗം എന്ന് പറയാം, ഭ്രമിപ്പിച്ചു എന്നതിന് പറയാം. വളരെ നല്ലൊരു ചിത്രമാണ്. നിങ്ങളൊക്കെ പോയി കാണാത്തവർ പോയി കാണണം. നമുക്ക് കഥയൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും പലരുടെ റിവ്യൂസ് കണ്ടിട്ടും അതിനൊക്കെ ആയിട്ട് നമുക്ക് അറിയാം ആ പടം എന്താണെന്നുള്ളത് അറിയാം. മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാം. അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും, പിന്നെ നമ്മുടെ ഭരതൻ്റെ മകനല്ലേ സിദ്ധാർത്ഥ ഭരതൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് അത്രയ്ക്ക് ഒരു പിടിയൊന്നും ഇല്ലാതിരുന്നത്. പക്ഷേ സത്യം ഞാൻ പറയുമല്ലോ, ആദ്യമേ ഞാൻ പറയുകയാണ്, എനിക്ക് അർജുൻ അശോകൻ്റെ ആക്ടിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥ ഭരതൻ്റെ ഒരു ആക്ടിങ് ആണ്. കാരണം സെർട്ടിലാണ് കേട്ടോ അദ്ദേഹം കൊടുക്കുന്ന ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ മുമ്പ് ഒരുപാട് പടങ്ങളൊക്കെ സിദ്ധാർത്ഥ ഭരതൻ അഭിനയിച്ചുള്ള കണ്ടത് നമ്മൾ തൊട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അധികം വിജയിക്കാത്ത ഒരുപാട് പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സ്പിരിറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ മൂവിയിൽ. അതൊക്കെയാണ് നമ്മൾ കണ്ടുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ അദ്ദേഹം പിന്നെ ഡയറക്ടോറിയൽ ഫീൽഡിലോട്ടാണ് പോയിട്ടുള്ളത്. ഡയറക്ടർ എന്ന നിലയിലാണ് പിന്നെ അദ്ദേഹം അറിയപ്പെട്ടുള്ളത്. പക്ഷേ ഈ ഒരു പടത്തിൽ സിദ്ധാർത്ഥ ശേഖി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക്, പിന്നെ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ ചിരിയും കാര്യങ്ങളും, അധികം ഭയമില്ലാത്ത ഒരു തരം പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. നേരെ മറിച്ച് അർജുൻ അശോകൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയും എക്സൈറ്റ്മെൻറ്റും ആങ്സൈറ്റിക്കും കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് പിന്നെ അറിയാലോ, നമുക്ക് ആ പോസ്റ്ററിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഇല്ലം അങ്ങോട്ട് ശരിക്കും ഇരുന്ന് ഭരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ കഥ വരിക എന്നുള്ളത്. നിങ്ങൾ എന്തായാലും പോയി കാണണം, അടിപൊളി കഥയാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ബ്ലഡ്, അതുപോലെ തന്നെ ഈ വനം, ഫോറസ്റ്റ് ഇതൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പിന്നെ അവർ കോസ്റ്റ്യൂം, അവർ ആർട്ട് വർക്കൊക്കെ കാണുമ്പോൾ ഇത്തിരി കൂടെ നല്ലത് കളറിലല്ലേ എന്ന് എനിക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അവരെടുക്കുന്നതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ സിനിമയിലങ്ങ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ അതിൻ്റെ ഒരു വ്യത്യസ്തത ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മൾ അതിലങ്ങ് ഇൻവോൾവ് ആയി പോകും. അതൊരു പിന്നെ എനിക്ക് കുറച്ച് ഒരു പ്ലസ് തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഒരു തിയേറ്ററിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നത്. അപ്പോൾ ഈ നമുക്കെപ്പോഴും തോന്നിയിരുന്നത് തീ എങ്ങനെയാണ് വരുമ്പോൾ സുഖം ഉണ്ടാവുമോ, അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഒക്കെ ഒരുപാട് വരും ഹൊററൊക്കെ ആകുമ്പോൾ അതെങ്ങനെ വരും എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. തീയൊന്നും അത്ര ഒരു എഫക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമുക്കറിയാമല്ലോ, വെറുതെ വെള്ള ഇത് തോന്നുള്ളൂ. പക്ഷേ ഈ ഇല്ലത്തിൻ്റെ അകം കാണിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുമ്പോൾ ഹൊററിൻ്റെ വേറെ ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കളറിനേക്കാളും നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും എന്ന് അത് ഡയറക്ടർ മുമ്പേ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പിടിച്ചിട്ടുണ്ടാകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് മുറികളൊക്കെയുള്ള ഒരു വലിയ ഇല്ലാണ്. അപ്പോൾ ആ ഇല്ലത്തിൻ്റെ അകമൊക്കെ കാണിക്കുമ്പോൾ സൂപ്പറായിട്ട് തോന്നി എനിക്ക്. പിന്നെ നമുക്ക് പേടിപ്പെടുത്താനായിട്ട് കളർ ഒന്നും വേണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിങ് കൂടി അഞ്ച് ക്യാരക്ടേഴ്സ് അങ്ങനെ ഉള്ളൂ അതിൽ. ഒരു ലേഡി അത് യക്ഷിയായിട്ട് വരുന്നതാണ്, അമാൽഡ ലിസ്. അത് സൂപ്പറായിട്ട് കേട്ടോ. അവരുടെ ഒരു ബോഡി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെയും വെള്ള എടുത്തിട്ടുള്ള സാരി എടുത്തുകൊണ്ട് നടക്കുന്ന യക്ഷികളൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു യക്ഷിയെ കാണുന്നത്. അതും അവരുടെ ഒരു ഹൈറ്റും അവരുടെ ഒരു ഫിഗറൊക്കെ വെച്ചിട്ട് വരുമ്പോൾ
ആ യക്ഷി സൂപ്പറായിട്ടുണ്ട്. ഞാനൊരു റിവ്യൂവിലും അവരെ കുറിച്ചിട്ട് പറയുന്നത് ആരും പറഞ്ഞാൽ കേട്ടില്ല. എപ്പോഴും മമ്മൂക്കാൻ്റെ അഭിനയത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഹരിശ്ര അശോകൻ്റെ മകനായിട്ടുള്ള അർജുന അശോകൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെയാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാവരുടെ അഭിനയം ഇഷ്ടപ്പെട്ടു. കുറച്ച് സീനിൽ വരുന്ന നമ്മുടെ മണികണ്ഠൻ ആചാര്യയുടെ അഭിനയം പോലും സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അഭിനയമൊന്നും നമുക്ക് അങ്ങനെ മോശമൊന്നും പറയാനില്ല. പിന്നെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, നമ്മുടെ ആസിഫ് അലിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു, ആസിഫ് അലിനെയാണ് അർജുന അശോകൻ്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ, ആ പാണൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ആദ്യം അവർ വിളിച്ചിരുന്നത്. പിന്നെ ആസിഫ് അലിയുടെ ഡേറ്റ് ക്ലാഷൊക്കെ ആയിട്ട് ആസിഫ് അലി ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആസിഫ് അലി ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നന്നാവുമായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ആസിഫ് അലിയുടെ കണ്ണുകളുണ്ടല്ലോ, അത് ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള കണ്ണുകൾ, അവിടെ ഭയം, എക്സൈറ്റ്മെൻറ്റ്, ഇതൊക്കെ ഒരു കള്ളത്തരം, ഇതൊക്കെ ചെയ്യാൻ ആസിഫ് അലിയുടെ ഈ കണ്ണുകൾക്ക് അതങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അർജുന അശോകൻ്റെ കണ്ണുകൾ ഒരേപോലെ ഒരു ഭയം മാത്രം അങ്ങനെ കാണിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ആസിഫ് അലി ആയിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ സിദ്ധാർത്ഥ ഭരതനും അതുപോലെ അർജുന അശോകനും കൂടിയുള്ള കോംബോ സീൻസൊക്കെ വരുമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കുറച്ചൊന്ന് സ്കോർ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി കേട്ടോ. അത് അർജുന അശോകനാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ പോലും ചില സീനുകളിൽ സിദ്ധാർത്ഥ ഭരതൻ സ്കോർ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അർജുന അശോകൻ നല്ല ആക്ടറാണ്, കുറച്ചും കൂടിയും അഭിനയിച്ച് ഇത്തിരി കൂടെ നന്നായി വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോശം എന്നല്ല ഞാൻ പറയുന്നത്, മോശം എന്നൊന്നും പറയാൻ ഒരൊറ്റ ആക്ടേഴ്സ് പോലും മോശമായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ. അതങ്ങനെ ഒരു പടം എന്തായാലും അവരെടുക്കില്ല. കുറച്ചും കൂടെ ഇനി മോൾഡ് ചെയ്ത് വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കരയുന്ന ചില സീനുകളൊക്കെ എനിക്ക് കുറച്ചൊരു നാച്ചുറൽ ഇതിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ആർട്ടിഫിഷ്യാലിറ്റി തോന്നി, അതുകൊണ്ടാട്ടോ ഞാൻ പറയണത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ആർട്ടാണ്. ആർട്ട് ഒരു രക്ഷയില്ല, കിടു എന്ന് പറയാം കേട്ടോ ആർട്ട്. പിന്നെ സൗണ്ട് ഇഫക്ട്സ്, പിന്നെ മമ്മൂക്കാൻ്റെ സൗണ്ട് മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ ഒക്കെ സൂപ്പറാണ്. അയ്യോ, ആ ഫസ്റ്റ് സീനൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, രോമാഞ്ചിഫിക്കേഷൻ വരുന്നു അറിയില്ല, അതേപോലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാട്ടുകളാണ്, ഒരു പാണൻ പാടുന്ന പാട്ടുകളാണ് ഇതിലുള്ളത്. മ്യൂസിക് നന്നായിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അധികം ആ ഒരു കാലഘട്ടത്തിന് യോജിച്ച തരത്തിലുള്ളൊരു മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ പടം നിർത്തിയിരിക്കുന്നത് ഒരു 2ാം ഭാഗം ഉണ്ടാവും എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും പോയി കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയും സൂപ്പറാണ്. അപ്പോൾ ഇനി മറ്റൊരു പടത്തിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞാൻ. അത് കത്തനാരാണ്. ഇതുപോലത്തെ ഒരു ഹൊറർ പിക്ചറാണ്. അത് എനിക്ക് ഇങ്ങനെ ഹൊറർ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കത്തനാറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതെങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട്. ഇനി അടുത്തൊരു മൂവിയായിട്ട് വരാം. കത്തനാരല്ല, ഇനി ഇറങ്ങുന്ന നല്ലൊരു മൂവിയായിട്ട് റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.